അങ്ങനെ ഇപ്പോൾ പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന ടീമിലേക്ക് നിക് ഫ്യൂരിയുടെ ആവശ്യപ്രകാരം ചേർന്ന ഹാങ്ക് പിമിനെയും ജാനറ്റിനെയും ബ്രൂസ് ബാനറിനെയും ബെറ്റി റോസിനെയും ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ അവരെയെല്ലാം ഒരു മുറിയിൽ ഇരുത്തി പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന ടീമിൻ്റെ ശരിയായ ലക്ഷ്യം എന്താണെന്ന കാര്യം നിക് ഫ്യൂരി അവരോടെല്ലാം പറയുവാൻ തുടങ്ങുകയാണ്. നിക് ഫ്യൂരി ആ കാര്യങ്ങളെല്ലാം പറയുവാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊജക്റ്റ് അവെഞ്ചറിലേക്ക് ചേരുവാനായി നമ്മുടെ അയൺമാനും അങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ അയൺമാനും തൻ്റെ ടീമിൽ ചേർന്നതും അപ്പോൾ തന്നെ പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന ടീമിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി നിക് ഫ്യൂരി എല്ലാവരോടും പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചിറ്റൗറി എന്ന ഏലിയൻസിൻ്റെ സഹായത്തോടെ നാസി സൈന്യം ഒരു ന്യൂക്ലിയർ മിസൈൽ ഉണ്ടാക്കിയെന്നും അന്ന് ക്യാപ്റ്റൻ അമേരിക്ക ആ ന്യൂക്ലിയർ മിസൈലിനെ ഇല്ലാതെയാക്കിയെന്നും പക്ഷേ ആ ചിറ്റൗറി ഏലിയൻസ് ഇപ്പോഴും ഭൂമിയിൽ നിന്നും പോകാതെ ഭൂമിയിൽ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ടെന്നും അന്ന് ആ ന്യൂക്ലിയർ മിസൈൽ പൊട്ടിത്തെറിച്ചപ്പോൾ ചിറ്റൗറി ഏലിയൻസിൻ്റെ ഒരു ഷിപ്പ് അതിൽ തകർന്നു പോയിരുന്നുവെന്നും ആ ഷിപ്പിൽ നിന്നും കിട്ടിയ വൈബ്രേനിയം എന്ന വളരെ ശക്തമായ ഒരു പ്രത്യേക മെറ്റലിൻ്റെ സഹായത്തോടെ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ള ചിറ്റൗറി ഏലിയൻസിനെ കണ്ടെത്തുവാൻ തനിക്കും തൻ്റെ ആളുകൾക്കും സാധിച്ചുവെങ്കിലും ആ സാറ്റലൈറ്റിനെ നശിപ്പിച്ച് അതിലുള്ള ആളുകളെ ചിറ്റൗറി ഏലിയൻസ് കൊന്നുകളഞ്ഞുവെന്നും ഈ ചിറ്റൗറി ഏലിയൻസിൻ്റെ കയ്യിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനാണ് താൻ ഈ ടീമിനെ ഉണ്ടാക്കിയതെന്ന് നിക് ഫ്യൂരി എല്ലാവരോടും പറയുകയാണ്.